ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ നൂറ്റാണ്ടിനു ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഇആനത്തു താലിബീൻ 3-ാം വാള്യം 365-66. ഇമാം സഖാവി പറയുന്ന ഇആനത്തു താലിബീനിലെ ആ ഇബാറത്ത് ഒന്ന് വായിച്ച് അർത്ഥം വെച്ചാൽ ഉപകാരമായിരുന്നു. ഇങ്ങനെ ചോദിക്കുന്ന എത്ര ഉഷാറിയോ. എല്ലാവരുടെ ചോദ്യം ഈ കോലത്തിൽ ആവുകയാണെങ്കിൽ ഇത് വളരെ മാന്യമായി നമുക്കിത് കൊണ്ടുപോകാമായിരുന്നു. ഇതാണ് ഇആനത്തു താലിബീൻ. ഇതാണ് ഇപ്പോഴാണ് കാര്യം പറഞ്ഞത്. അതിൽ അൽഹംദുലില്ലാഹ് അപ്പൊ നാട്ടിലേക്ക് മനസ്സിലായി മുതൽ ഇപ്പോഴേ കാര്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ശരി, ഇതാണ് ആ പറഞ്ഞ ഇആനത്തു താലിബീൻ. ഈ ഇആനത്തു താലിബീനിൽ എന്ത് ചെയ്യുന്നു? മൗലിദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട്. അതില് വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗം എടുത്തു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോളി, ശ്രദ്ധിക്കും. ഇതില് 364-ാമത്തെ പേജ്. ഖാല സഖാവി. സലാഹുദ്ദീൻ മുസ്ലിയാരെ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോ മറ്റേ ചോദിപ്പാക്കി, ഞാൻ അയാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിപ്പാക്കി. എന്താ അങ്ങനെ അയാൾ കേട്ടോട്ടെ, നിങ്ങൾ എന്തിനാ ബേജാറാകണ്ടേ? ഇത് ഇങ്ങനെ ഒത്തു വന്നതാപ്പത്. ഖാല സഖാവി. ഇതാ ശരി, സഖാഫി അല്ല സഖാവി. ഖാല സഖാവി. സഖാവി പറഞ്ഞിരിക്കുന്നു, ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും മൗലിദി എന്ന അമല് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടുകൾക്കു ശേഷം പുതുതായി ഉണ്ടായതാകുന്നു. ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ 3 തലമുറകൾക്ക് ശേഷം പുതുതായി ഉണ്ടായതാകുന്നു എന്ന് സഖാവി പറഞ്ഞിരിക്കുന്നു. അതാണ് അതിലുള്ളത്. ബാക്കി വായിക്കണോ? ചോദ്യകർത്താവ് ഞാനെന്ന് നമുക്ക് പറയാണ്. ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഈ സഖാവിയുടെ കൗലും കൂടെ ഒന്ന് ഉദ്ധരിക്കുക. അപ്പൊ പൂർത്തിയാവും. ഇടക്ക് വേറുണ്ട്. അതും വായിക്കണോ? നിങ്ങൾ ചോദിച്ചല്ലേ വായിക്കണ്ടേ? നിങ്ങൾ ചോദിച്ചെന്താ അതിന് പറഞ്ഞ ഭാഗം വായിക്കുന്നല്ലേ? സഖാവി മൗലിദിന്റെ ആളാണ്. അതിലായിരിക്കും തർക്കമുള്ളത്. സഖാവി മൗലിദിന്റെ ആളാണ്, ഇആനത്തു താലിബീൻ മൗലിദിന്റെ ആളാണ്. അത് തർക്കമില്ലല്ലോ. അത് ശരി, നിങ്ങളെ കിതാബ് അത്, അതിൽ നിങ്ങൾ തന്നെ എഴുതിക്കൊള്ളൂ. ഇത് നിങ്ങളെ കിതാബല്ലേ? ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനം ചങ്ങായിമാരത്. ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനല്ലേ? അതിലുണ്ടാവുള്ളൂ, ഉറപ്പല്ലേ? അത് ശരി, അതാ നിങ്ങളെ വിഷയം. സഖാവി മൗലിദ് അർത്ഥം പറഞ്ഞ ആളാ, തർക്കം തന്നെ ഇല്ല. കിതാബോ അത് തരൂല, നിങ്ങളെ വിശ്വാസമില്ല. അപ്പൊ യഥാർത്ഥത്തില് സഖാവി മൗലിദിന്റെ ആളാണ്. അത് പ്രശ്നമല്ല. അത് ശരി, അതിപ്പോ എല്ലാരും പറഞ്ഞതല്ലേ. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും മൗലിദി എന്ന അമല് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായി വന്നതാണ് എന്നൊരു പറയാം. ഇനി ബാക്കി വായിച്ചതാ വേണ്ട, ബാക്കി വായിച്ചതാ. എന്താ ബാക്കിയുള്ളത്? സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാമി, പിന്നീട് ഇസ്ലാമിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിൻ സാഇജിൽ അഖ്താരി വൽ മുദ്നിൽ കിബാരി യഅമലൂനൽ മൗലിദ, വലിയ വലിയ പട്ടണങ്ങളിൽ മൗലിദ് എന്ന അമല് പിന്നീട് മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്ന് ഇതിനു ശേഷം ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. അതിനുശേഷം ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക ലോകത്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ വയതസദ്ദഖൂന, അവർ സദഖ ചെയ്യുന്നുണ്ട്. ഫീ ലയാലിഹി, അതേ രാത്രികളിൽ, ബി അൻവാഇ സദഖാതി, വ്യത്യസ്തങ്ങളായ സദഖകൾ. വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിൽ കരീമി, മഹത്തായ മൗലിദ് പാരായണത്തിന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വയൽഹറഹി മിൻ ബറകാതിഹി, ആ ബറകത്ത് അവർക്ക് കാണുന്നുമുണ്ട്. കുല്ല ഫളിൻ അമീം. وقال ابن الجوزي പറഞ്ഞിരിക്കുന്നു, മിൻ ഖവാസിഹി അന്നഹു അമാനുൻ ഫീ ദാലികൽ ആമി, ആ കൊല്ലത്തിൽ അത് സുരക്ഷയാണ്. വബുഷ്റ ആജില ബിനൈദിൽ ബുഗയത്തി വൽ മറാം, എന്നിട്ടാ പറഞ്ഞത് വഅവ്വലു മൻ അഹ്ദസഹു, നേട്ടമുണ്ട് ബറകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാ വഅവ്വലു മൻ അഹ്ദസഹു, ഇത് ആദ്യമായി ഉണ്ടാക്കിയത് മിനൽ മുലൂക്കി, രാജാക്കന്മാരിൽ നിന്ന് അൽ മലിക്കുൽ മുദഫർ അബൂ സഈദ് സാഹിബ് ഇർബൽ,
ഇർബൽ രാജാവായ മുളഫർ രാജാവാണ് ആദ്യമായി ഉണ്ടാക്കിയത്. ഇബ്നു ദഹിയ അദ്ദേഹത്തിന് വേണ്ടി രചിച്ചു കൊടുത്തിട്ടുണ്ട് തഅലീഫൻ സമ്മാഹു അത്തൻവീർ ഫീ മൗലിദിൽ ബശീർ നദീർ എന്ന മൗലിദ്. ഫഅജാസൽ മലിക്കുൽ മുളഫർ ബി 1000 ദിനാറിൻ. മുളഫർ രാജാവ് 1000 ദീനാർ അന്ന് കൈമടക്കം കൊടുത്തിട്ടുണ്ട്. അന്ന് മൗലിദ് 1000 ദീനാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കിട്ടുന്നില്ലെങ്കിലും. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? ഈ കിതാബ് മൗലിദ് ഓതാൻ പ്രോത്സാഹിപ്പിച്ച കിതാബാണ്, ഒരു സംശയവുമില്ല. ഇത് ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമാണ്. പക്ഷെ അതിലും ഈ യാഥാർത്ഥ്യം പറഞ്ഞു. അതെ, അല്ലാഹു അക്ബർ, മൂന്നാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ, ഈ നാലാമത്തും ചൊല്ലിയാൽ നമുക്ക് സലാം വീട്ടാം. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ പറഞ്ഞ അദ്ദേഹം തന്നെയും പറഞ്ഞു മൗലിദ് ഓതിയ ബർക്കത്തുണ്ട് എന്നും മൗലിദ് ഓതിയ വലിയ പുണ്യമുണ്ട് എന്നും അത് ചെയ്യേണ്ടതാണ് എന്നും ഒക്കെ പറഞ്ഞ അതേ കിതാബിൽ തന്നെ എന്ത് പറഞ്ഞു? അന്ന അമലുൽ മൗലിദി, തീർച്ചയായും മൗലിദിന്റെ ഈ ഏർപ്പാട് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, ഉത്തമമായ 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. എന്നാ അപ്പുറത്ത് വേറെ വൈരുദ്ധ്യം പറയുന്നുണ്ട്. എന്ത്? ഹസൻ ബസ്രി പറഞ്ഞത് തൊട്ടടുത്ത പേജിലുണ്ട്. അത് വൈരുദ്ധ്യമാണ് താനും. അപ്പൊ അത് മാത്രല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇത് അംഗീകരിച്ചവരൊക്കെ ശരി. ഇനി ബാക്കി ഇനി ഈ മുളഫർ രാജാവാണ് തുടങ്ങിയത് എന്നത് സഹാവിയുടെ ഖൗലിലെ ഏത് ലഫ്ളിന്റെ അർത്ഥമാണ്? ഇബ്നുൽ ജൗസിയാണ് പറഞ്ഞത്, സഹാവിയല്ല. അത് ഇബ്നുൽ ജൗസിയ പറഞ്ഞത്, സഹാവിയല്ല. ഇതിന് വന്ന പരാമർശമാണ് വായിച്ചത്. അത് ഇബ്നുൽ ജൗസി ആണെന്നില്ല. അതിന് ആര് പറഞ്ഞാലും സത്യം സത്യാണല്ലോ. എന്താ ഉള്ളത്? ഉള്ളതെന്താണ്? എന്താ ഉള്ളത്? ഇത് ആര് പറഞ്ഞു? ഇബ്നുൽ ജൗസി പറഞ്ഞു വെക്കാം. സുഹൃത്തെ, എങ്ങനെ ഇബ്നുൽ ജൗസി പറയാ? മുളഫറിന്റെ മുമ്പ് ജീവിച്ച ആളാ ഇബ്നുൽ ജൗസി. മുളഫറിന്റെ മുമ്പ് ജീവിച്ചു പോയ ഇബ്നുൽ ജൗസിയെ പറയോ? നേരെ മറിച്ച് ഇയാനത്തിന്റെ വാചകമായിരിക്കാം, അല്ലെങ്കിൽ സഹാബിന്റെ വാചകമായിരിക്കാം. ആര് പറഞ്ഞാലും ശരി, ഇവിടെ ആര് പറഞ്ഞു? എന്താ പറഞ്ഞത്? വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുളഫർ സാഹിബു ഇർബൽ. അതുണ്ടോ? അപ്പം ഉലമക്ക് ആകെ ഇളകി, ഒന്നാകെ ഇളകിപ്പോ. വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി, ഇത് ആദ്യമായി ഉണ്ടാക്കിയ രാജാക്കന്മാരിൽപ്പെട്ട രാജാവ് അൽ മലിക്കുൽ മുളഫർ സാഹിബു ഇർബൽ, ഇർബലിന്റെ ഭരണാധികാരിയായ മുളഫർ രാജാവാണ് ആദ്യമായി ഉണ്ടാക്കിയത്. ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇല്ല. ഏതാ ഉത്തമ തലമുറകള്? ഏതാ ഉത്തമ നൂറ്റാണ്ടുകള്? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഖൈറായ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഖൈറായ തലമുറ, ഖൈറായ നൂറ്റാണ്ട് എന്റേത്, പിന്നെ അടുത്ത തലമുറ, പിന്നെ അടുത്ത തലമുറ. ആ 3 തലമുറയിൽ ഇതില്ല. അത് തെളിഞ്ഞല്ലോ. ഇനി ആര് പറഞ്ഞാലും ശരി, ഈ കിതാബിൽ വന്നതാണ്. അതാ വിഷയം. ഈ കിതാബിൽ വന്ന എന്ത്? വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുളഫർ സാഹിബു ഇർബൽ വഅല്ലഫ ലഹു അൽ ഹാഫിദ് ഇബ്നു ദഹിയ തഅലീഫൻ സമ്മാഹു അൽ ബശീർ നദീർ ഫീ മൗലിദിൻ നബി എന്ന പേരിൽ എന്ന പരാമർശം ഈ കിതാബിൽ ഉണ്ടോ ഇല്ലേ? അതല്ലേ പ്രധാനം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞെന്താ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ. നിങ്ങൾ കേൾക്കി, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, മൻ അഹ്ദസ ഇതിന് പറയാ വഅവ്വലു മൻ അഹ്ദസ, പുതുതായി ഉണ്ടാക്കിയ ആള് രാജാവാകുന്നു. നബി തങ്ങൾ പറയാ മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളപ്പെടേണ്ടതാണ്. ഇതിന് പറയാ പുതുതായി ഉണ്ടാക്കിയതാകുന്നു. എത്ര വ്യക്തമാണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളണം. അതേ പ്രയോഗം വഅവ്വലു മൻ അഹ്ദസ, ആദ്യമായി പുതുതായി ഉണ്ടാക്കിയ ആൾ മലിക്കുൽ മുളഫറാണ്. അതുണ്ടോ ഇല്ലേ? അതല്ലേ വിഷയമുള്ളൂ. ശരി, ബാക്കി പറഞ്ഞോളി. വിഷയം അതല്ല. ഫൈസൽ മൗലവി, നിങ്ങൾ നീട്ടി പ്രസംഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പറയാം. പ്ലീസ് എന്ത് ചെയ്യാ? എന്റെ ചോദ്യം എന്താ അറിയോ? ഈ ലഘുലേഖ പിടിച്ചിട്ടാണ് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇസ്മായിലിനെ അടുത്തിരുത്തി ഞാൻ ചോദിക്കുന്നത്. എന്താന്ന് വെച്ചാല് എനിക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്. ഈ ലഘുലേഖയിൽ സഖാവി പറയുന്നു എന്ത്?
ആദ്യമായി തുടങ്ങിയത് മുളഫർ രാജാവാണെന്ന് സഹാബിയുടെ ഇബാറത്ത് നിങ്ങൾ വായിച്ച ഇബാറത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ല പറഞ്ഞാൽ മതി. ലഘുലേഖങ്ങളായിക്കൂല ഇറക്കിയത്, കാരണം നിങ്ങൾ നല്ല വിവരമുള്ള ആളാണ്, വിവരമില്ലാത്ത ആളാണ്. അങ്ങനെ സഹാബി വായിച്ച ഇബാറത്തിൽ അങ്ങനെ ഉണ്ടോ? ഈ കിതാബാണ് കൊടുത്തത് അല്ല, അവിടെ കൊടുത്ത കിതാബ് സഹാബിയുടെ ഇയാനത്ത് ഇയാനത്തിലുണ്ടോ? സഹാബി പറഞ്ഞതുണ്ടോ? അവിടെ കൊടുത്തെന്താ? സഹാബി ഇയാനത്ത് തോൽവിയിൽ എന്താ ഉള്ളത്? അവിടെ ഒരു മിനിറ്റ് ആയിക്കോട്ടെ, ശരി ശരി. അവിടെ സഹാബി പറഞ്ഞുണ്ടോ? ഇല്ലല്ലോ. അത് ഫുള്ള് സഹാബി പറഞ്ഞതിലുണ്ടോ? ഇമാം സഹാബി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഇൻവേർട്ടർ കോമ ആ പേജാണിത്. അതെ, സഹാബി പലതും കൊടുത്തു, ഇയാൾക്ക് പലതും കൊടുത്തു. അതല്ലേ ഉള്ളത്. സഹാബി പലതും കൊടുത്തു, ഇയാളത്തിൽ വന്നതും കൊടുത്തു. അത് രണ്ടും ഈ കിതാബാണ്. അല്ല ഫൈസൽ മൗലവി, നിങ്ങൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ടാ ഒരാളെ കൗല് കൊടുത്തിട്ട് ഇൻവേർട്ടർ കോമ കൊടുത്തിട്ട് ഒരാള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഇൻവേർട്ടർ കോമന്റെ ക്ലോസ് എവിടെ വരുന്നത്? ക്ലോസും ഓപ്പണൊക്കെ ആയിക്കോട്ടെ. ഇവിടെ യഥാർത്ഥത്തില് അങ്ങനല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ അതേമാതിരി തന്നെ. ശരി, ഇയാൾ തോലബീൻ 3-ാം വാള്യം 364, 365 അതിലാ ഭാഗം ഉണ്ടോ ഇല്ലേ? ഇനി സഹാബി പറഞ്ഞില്ലേ? സഹാബി പറഞ്ഞാലും വേണ്ടില്ല, പൈസ പറഞ്ഞാലും വേണ്ടില്ല, സംഗതി ഉണ്ടോ നോക്കിയാ പോലെ. എന്താ ഉള്ളത്? അതാ പേജിൽ ഇല്ലെങ്കിൽ പറയും. അവിടെ കൊടുത്ത കിതാബും അവിടെ കൊടുത്ത വാള്യവും അവിടെ കൊടുത്ത പേജും അത് ഇല്ലേ? ഞങ്ങൾ പറഞ്ഞോളി. നമ്മൾ സമ്മതിച്ചു. അതല്ല വിഷയം. സഹാബിയുടെ കൗലി എന്ന് പറഞ്ഞിട്ട് ഇൻവേർട്ടർ കോമ ഇട്ട് കൊടുക്കുകയാണ് ഈ വിഷയം. ഇൻവേർട്ടർ കോമ ഇട്ട് കൊടുത്താൽ അതിന്റെ അവസാനം ക്ലോസ് വരുന്നത് വരെ ആരുടെ കൗലാണോ അയാളെ തന്നെ ഉദ്ധരിക്കണം. സഹാബി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാലത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. സഹാബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇയാലത്തിന്റെ പേരിൽ ഈ ആള് ഇത് ഇറക്കിയ ആള് ഫൈസൽ മൗലവി ഞാൻ പറയൂല, കാരണം കുറച്ച് അന്തള്ളിലുണ്ട്. അതുകൊണ്ട് ഇത് ഇറക്കിയ ആള് പച്ചക്കളവാണ് പറഞ്ഞത്, പച്ചക്കളവാണ്. ശരി, ഇനി നമ്മൾ ചെയ്യാവുന്ന പണി ആ ഇൻവെർട്ടർ കോമ ലേശം അപ്പുറത്ത് നിൽക്കാൻ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? അത്രല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, അല്ലാഹു അക്ബർ. അപ്പൊ ഇൻവെർട്ടർ കോമ അപ്പുറത്തിടേണ്ട ഇപ്പുറത്തായി പോയി, അതല്ലേ കുഴപ്പമുള്ളൂ. അപ്പുറത്തിടേണ്ട ഇൻവെർട്ടർ കോമ ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ സംഗതി ഉണ്ടല്ലോ. എന്തേ ഉള്ളൂ? ഒരു ഇൻവെർട്ടർ കോമ അപ്പുറത്തിടേണ്ടതായിരുന്നു. അത് ശരിയാണ്, അതിൽ വന്നൊരു അബദ്ധം തന്നെയാണ്. എന്താ ഉള്ളത്? അതിലെന്താ? ഇന്ന അമദൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസതി. ഇമാം സഖാവി പറയുന്നു, മൗലിദ് എന്ന ഏർപ്പാട് 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അവിടെ ഇൻവെർട്ടർ കോമ അവസാനിപ്പിക്കേണ്ടിയിരുന്നു. ശരിയാണ്. ആ ഇൻവെർട്ടർ കോമ അവിടെ ഇടുന്നതിന് പകരം കുറച്ച് അപ്പുറത്ത് നീങ്ങി. പ്രസ് വെച്ചതായിരിക്കാം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അച്ചടിച്ച വെച്ചായിരിക്കാം. എന്തേ ഉള്ളൂ? വിഷയം അതിലുണ്ട്. ഇൻവെർട്ടർ കോമ ഇട്ടത് ശരിയായിരുന്നു. ഇതല്ലേ കുഴപ്പമുള്ളൂ. ഇൻവെർട്ടർ കോമ അവിടെ വേണ്ടത് കുറച്ച് ഇപ്പുറത്ത് ഇട്ടാ പ്രശ്നം തീർന്നു. അപ്പൊ കിതാബിലുണ്ട് 3-ാം വാള്യത്തിൽ തന്നെയുണ്ട്. 364, 365 പേജുകളിൽ തന്നെയുമുണ്ട്. അപ്പൊ കിതാബ് പേയിച്ചിട്ടില്ല, വാള്യം പേയിച്ചിട്ടില്ല, പേജ് പേയിച്ചിട്ടില്ല. പിന്നെ എന്താ പേയിച്ചത്? ലേശം ഇപ്പുറത്ത് വരേണ്ട ഒരു പുള്ളി കുറച്ച് അപ്പുറത്തേക്ക് കയറി. പുള്ളിക്കാരൻ അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും ശരി, നമ്മളെ വിഷയം എന്താ? ഈ കിതാബിൽ പറയുന്നു, എന്ത് പറയുന്നു? ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ. അതിൽപ്പെട്ട ഒരു യാഥാർത്ഥ്യം, അത് ഇത് മുഴുവനാക്കട്ടെ, ഈ നാട്ടിലേക്ക് മനസ്സിലാകാം. നിങ്ങൾക്ക് മനസ്സിലായി, ശരിയാണ്. എന്നും മനസ്സിലാക്കണല്ലോ. അപ്പൊ ഏതായിരുന്നാലും നല്ലതാ. എനിക്ക് ആവേശം നല്ലതൊക്കെ, കാരണം ഈ ഫുട്ബോളിന് പോകണമായി ഇതിനും വന്നുകൊണ്ട് ഉണ്ടാവും. അത് നിവൃത്തില്ല. ദീൻ പഠിക്കാൻ വേണ്ടി ഈ മനുഷ്യർക്ക് ദീൻ പഠിക്കാൻ വന്നാ ഒരിക്കലും പ്രശ്നമില്ലല്ലോ. നിങ്ങൾ പിന്നെ നിങ്ങൾ സാധാരണ തക്ബീർ തൊഴിലാളിയായി പോകുന്നുണ്ട്. നമ്മൾ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ അതന്നെ ചെയ്യും വേണം, അപ്പോഴേ നിങ്ങൾ ആവുള്ളൂ. അവിടെ ഇടയ്ക്ക് തക്ബീർ ചൊല്ലിക്കോളി, നല്ലതാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ കിതാബിൽ അടക്കം പറഞ്ഞത് എന്താ? ഈ കിതാബിലടക്കം പറഞ്ഞത് എന്താണ്? ഇന്ന അമലൽ മൗലിദി ഖാല സഖാവി പറഞ്ഞിരിക്കുന്നു, ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും അമലൽ മൗലിദി, മൗലിദിന്റെ ഏർപ്പാട് അതെന്താണ്? ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഹദസ
ബഅദൽ ഖുറൂനി സലാസ, 3 തലമുറകൾക്ക് ശേഷം അല്ലെങ്കിൽ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായി വന്നതാകുന്നു എന്ന് സഹാബി പറഞ്ഞിരിക്കുന്നു. അതുണ്ടല്ലോ ആ മതി, അൽഹംദുലില്ലാ, ഉണ്ടായാ മതി. അപ്പൊ 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഏർപ്പാടുണ്ടായത് എന്ന് സഹാബി പറഞ്ഞിട്ടുണ്ട്. അതാണ് തഴവയും പറഞ്ഞത്. എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹനബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. നോക്കി മുസ്ലിയാരെ ഇപ്പൊ നോക്കി താഴ്വ പറഞ്ഞെന്താ? താഴ്വ പറയാം മൗലിദ് കഴിക്കാൻ പറഞ്ഞ താഴ്വ. മൗലിദ് കഴിക്കണമെന്നും ഇത് കേക്കി സഖാവിന്റെ പേര് ഞങ്ങൾ മാത്രമല്ല, മുസ്ലിയാർ ഇത് കേക്കി, സഖാവിന്റെ പേര് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, സഖാവിന്റെ പേര് നിങ്ങളെ മുസ്ലിയാക്കന്മാർ എഴുതിച്ചത്. എന്താ എഴുതിയോ? മൗലിദ് കഴിക്കണമെന്ന് പറഞ്ഞ ആളാ. മൗലിദ് കഴിക്കണമെന്നും അതുകൊണ്ട് ഖൈറുണ്ട് എന്നും മുസീബത്ത് ഒഴിവാകുമെന്നും ഒക്കെ പറഞ്ഞ താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. അയാൾ പറയാറുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹനബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഇനി ആരുണ്ടാക്കിയതാ? പറയുന്നു മലിക്കുൽ മുദഫർ, ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണു വൻധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. ശൈഖ് ഇബ്നു ദുഹിയ മൗലിദ് ഒന്ന് രചിക്കലായി, രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. അപ്പൊ അവിടെയുണ്ട്. അപ്പൊ എന്തായി? അപ്പൊ അൽഹംദുലില്ലാഹ് ഇബ്നു കസീറിലുണ്ട്, അതേപോലെ ഇയാനത്തിലുമുണ്ട്, അതേപോലെ സുയൂത്തിന്റെ അൽഹാമിലി ഫത്താവയിലുമുണ്ട്, ഉസ്തുൽ മഖ്സദിലുമുണ്ട്, ഇബ്നു ഹൈതമിയും പറഞ്ഞിട്ടുണ്ട്, അസ്കലാനിയും അതിന് എതിരില്ല. അപ്പൊ എല്ലാരും ഒത്തൊരുമിച്ച് പറഞ്ഞത് മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. കൃത്യല്ലേ? ഇനിയിപ്പോ ആകെ എന്തേ ഉള്ളൂ, ആ ഇൻവെർട്ടർ അവിടെ ശരിയായില്ല. ശരി, അത് നമുക്ക് ഇനി കേൾക്കുമ്പോ പ്രസേനോട് പറയുന്നത്, കുഞ്ഞ കഴിഞ്ഞ മാസം ആ പുള്ളിട്ട് വെച്ചിട്ടുണ്ട്, ആ പുള്ളി അവിടുന്ന് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റണം. നമ്മൾ സമ്മതിച്ചു. ആ പുള്ളി അപ്പുറത്തുനിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റിയാൽ പ്രശ്നം അവസാനിക്കും.